So, good morning to all. Welcome to our class. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്നത് സ്റ്റെപ്സ് ഓഫ് റിസർച്ച്, സ്റ്റെപ്സ് ഇൻ റിസർച്ച്. ഓക്കെ, റിസർച്ചിൽ എന്തൊക്കെ സ്റ്റെപ്പുകളാണുള്ളത് നമ്മൾ ഓരോരോ സ്റ്റെപ്പുകൾ കണ്ട് ഈ കുഞ്ഞു ഡയഗ്രത്തിൽ അല്ലേ. എന്തൊക്കെയാണ് നമ്മുടെ ഐഡൻറ്റിഫൈങ് ദി പ്രോബ്ലം, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, സെറ്റിംഗ് റിസർച്ച് ക്വസ്റ്റ്യൻസ്, objective, setting objectives and creating a hypothesis. What is hypothesis? Hypothesis is a temporary statement or a tentative statement, okay, and which we are going to study, test. അപ്പോൾ ഈ ഹൈപ്പോത്തിസിസ് നമ്മൾ ടെസ്റ്റ് ചെയ്യും. ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സോഷ്യൽ സയൻസ് റിസർച്ചിലും ഒരു ഭാഗമാണ്. പക്ഷേ അതിന് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസാണ്. അത് ഇക്കണോമിക്സിൻ്റെതായ ടൂൾസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്നലെ ഉണ്ടല്ലോ, നിങ്ങൾ കണ്ട ഇക്കണോമിക്സിൻ്റെ നോട്ട് പ്രൈസ് കിട്ടിയ ആൾക്കാരെ കുറിച്ച് അപ്പോൾ കണ്ടു കാണുമെങ്കിൽ അവർ പർട്ടിക്കുലറായിട്ടുള്ള ചില മെത്തഡോളജി എന്ന് പറഞ്ഞാൽ എന്താ, മെത്തേഡ് അല്ലെങ്കിൽ ടെക്നിക്കൊക്കെ ഉപയോഗിച്ചാണ് റിസർച്ച് നടത്തിയത്. ചെയ്ത് കണ്ടുപിടിച്ച കാര്യത്തെക്കുറിച്ചല്ല, കണ്ടുപിടിച്ച കാര്യത്തിനല്ല അത് അവർക്ക് നോബൽ പ്രൈസ് കൊടുത്തത്, മറിച്ച് കണ്ടുപിടിക്കാൻ അവരുപയോഗിച്ച ടൂൾസിനാണ് അവർക്ക് ശരിക്കും നോബൽ പ്രൈസ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് അത് ഒരു ഭയങ്കര കോൺട്രിബ്യൂഷനാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ട് നമ്മൾ നടത്തുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്ന ക്വസ്റ്റ്യനറിലൂടെ ഡാറ്റ കളക്ട് ചെയ്ത് ഡാറ്റ പ്രോസസ്സ് ചെയ്ത് ഡാറ്റ അനാലിസിസ് ചെയ്ത് കണ്ടുപിടിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റയർലായിട്ട് റിസർച്ച്. അപ്പോൾ ഹൈപ്പോത്തസിസ് ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഹൈപ്പോത്തസിസ് ഈസ് എ ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. ടെൻറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പററി സ്റ്റേറ്റ്മെൻറ്റ് which we are going to make at the beginning stage of our research. അപ്പോൾ പിന്നെ ബാക്കി കുറേ ഒന്ന് രണ്ട് സ്പെല്ലിംഗ് കറക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ ഇന്ന് ചെയ്തിട്ടുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്നല്ലായിരുന്നു ഇവിടെ, ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്നായിരുന്നു. നമ്മൾ പറഞ്ഞില്ലായിരുന്നു, ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ കുറച്ചല്ല ഒന്ന് രണ്ട് എററൊക്കെ എപ്പോഴും ടൈപ്പ് ചെയ്യുമ്പോൾ അത് സ്വാഭാവികം. അപ്പോൾ അങ്ങനെ ഇത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്നാക്കി ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ടൈപ്പ് ഓഫ് റിസർച്ച് ഇങ്ങനെ ബുള്ളറ്റ് പോയിന്റിൽ ആക്കാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നത്, അങ്ങനെ വന്നില്ലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പോയിന്റിലങ്ങ് ആക്കി. അപ്പോൾ അത്രയും കാര്യങ്ങളും ചേഞ്ചസ് മാത്രമേ വരുത്തുള്ളൂ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്നറിയോ? ഇന്ന് നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സ് ഉണ്ടെന്നുള്ളത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കുക. ഇന്നലെ നമ്മൾ ബ്രീഫായിട്ടൊന്ന് പറഞ്ഞു പോയതുള്ളൂ. ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കുക. ഏതൊക്കെ റിസർച്ച്, പിന്നെ ഏതൊക്കെ സ്റ്റെപ്പുകളുണ്ട് എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഓരോന്നും ഞാൻ പറഞ്ഞോട്ടെ. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ഐഡൻറ്റിഫൈങ് ദി റിസർച്ച് പ്രോബ്ലം. എന്താണ് ഐഡൻറ്റിഫൈങ് ദി റിസർച്ച് പ്രോബ്ലം? സെക്കൻഡ് ഈസ് കോൾഡ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. Third is setting objective and hypothesis. Okay. Fourth, choosing the study design, collection of the data. ഇതൊരു ലെങ്തി ആയിട്ടുള്ള ഒരു ഒത്തിരി എലമെൻ്റ് ഉള്ള സംഭവം. എങ്ങനെയാണ് നമ്മൾ റിസർച്ച് നടത്തേണ്ടത്? നമ്മൾ പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ നേരിട്ട് പോയി ഡാറ്റ കളക്ട് ചെയ്യണോ, അതോ സെക്കൻഡറി ഡാറ്റ വേറെ ആരെങ്കിലും കളക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഡാറ്റ ഉപയോഗിക്കുകയാണോ? ഇനി പ്രൈമറി ഡാറ്റയാണ് നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ പ്രൈമറി എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് ഹാൻഡ് ഡാറ്റ എന്ന് അതിനർത്ഥം. പ്രൈമറി സെക്കൻഡ് ഹാൻഡ്. അപ്പം പ്രൈമറി ഡാറ്റ നമ്മൾ തന്നെ നേരിട്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ്. വേറെ ആരും ആ ഡാറ്റ മുമ്പ് കളക്ട് ചെയ്തിട്ടില്ല, നമ്മളാണ് ആദ്യമായിട്ട് കളക്ട് ചെയ്തത്. അപ്പം നമ്മളാണ് ആദ്യമായിട്ട് കളക്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ ആ ഒരു ലെവൽ ഓഫ് ഓണർഷിപ്പ് തന്നെ ഭയങ്കരമാണെന്ന് വിചാരിച്ചു. അല്ലേ, നമ്മുടെ റിസർച്ച് വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഒരു ഡാറ്റ കളക്ട് ചെയ്ത് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? പ്രൈമറി ഡാറ്റ എന്ന് വിളിക്കും. റെക്കോർഡിങ്ങൊക്കെ ഓക്കെ ആണെന്ന് നോക്കട്ടെ. ഓക്കെ, അപ്പോൾ അങ്ങനെ പ്രൈമറി ഡാറ്റ ഉപയോഗിച്ചാണ് സാധാരണഗതിയിൽ ഇക്കണോമിക്സിലെ സ്റ്റഡികളൊക്കെ നടത്തിയത്. സെക്കൻഡറി ഡാറ്റ ഉപയോഗിക്കും കേട്ടോ. പക്ഷേ നമ്മളൊരു 8 സ്റ്റഡി നടത്തുമ്പോൾ 10 സ്റ്റഡി തരുമ്പോൾ 8 സ്റ്റഡിയിൽ പ്രൈമറി ഡാറ്റയും ഒരു 2 സ്റ്റഡിയിൽ സെക്കൻഡറി ഡാറ്റയാണ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ കൺസ്യൂമറിനെ കുറിച്ച് ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഓൺലൈൻ പർച്ചേസിനെ കുറിച്ചൊരു സ്റ്റഡി നടത്തുക. നമുക്കെല്ലാം സ്റ്റഡി നടത്തണം ആഗ്രഹമുണ്ട്. നിങ്ങൾ ഓൺലൈൻ പർച്ചേസ് നടത്തിയിട്ട് കാണുമല്ലോ. അച്ഛൻ്റെ അമ്മയുടെ കാർഡ് ഉപയോഗിച്ച് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ പോയി എന്തെങ്കിലും ഒരു സാധനം മേടിച്ചിട്ട് കാണും. ഇനി മേടിച്ചില്ലെങ്കിലും പോയി സെർച്ച് ചെയ്തിട്ടാണ്. അപ്പം അവിടെ ഒത്തിരി ചിത്രങ്ങൾ കാണും. ചിത്രത്തിലെ പോലെയാണോ ഡ്രസ്സ് ഇവിടെ വരുമ്പോൾ, ചിത്രത്തിലെ പോലെയാണോ ഷൂ ഇവിടെ വരുമ്പോൾ അതേ സൈസാണോ എന്നൊക്കെ നമ്മൾ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് അന്വേഷിച്ച് ഏറ്റവും സാധനം കൊടുത്ത് ചിലപ്പോൾ റിട്ടേൺ ചെയ്ത് കാണും. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരു സ്റ്റഡി നടത്തുവാണെങ്കിൽ, കൺസ്യൂമേഴ്സിനെ കുറിച്ചൊരു സ്റ്റഡി നടത്തുവാണെങ്കിൽ നിങ്ങൾ തന്നെ നേരിട്ട് കൺസ്യൂമേഴ്സിന് ക്വസ്റ്റ്യൻ കൊടുക്കും. നമ്മൾ തന്നെ നേരിട്ട് ആ ഡാറ്റ പ്രോസസ്സ് കളക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ തന്നെ ഡാറ്റ പ്രോസസ് ചെയ്യും, നമ്മൾ തന്നെ ഡാറ്റ അനാലിസിസ് ചെയ്യും, നമ്മുടേതായ ഒരു ഫൈൻഡിങ്സ് നമ്മൾ കണ്ടെത്തും. അല്ലേ, ഫൈൻഡിങ്സ് ABCD. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്റ്റഡിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡാറ്റ പ്രൈമറി ഡാറ്റയാണ്. പ്രൈമറി ഡാറ്റ is the first hand data we obtain for our study. Secondary data is data already procured by somebody else. വേറെ ആരെങ്കിലും കളക്ട് ചെയ്ത് സൂക്ഷിച്ച് വെച്ച ഡാറ്റ നമ്മൾ ഉപയോഗിക്കുന്ന അതിനെ നമ്മൾ സെക്കൻഡറി എന്ന് പറയും. പേരുകൊണ്ട് തന്നെ വ്യത്യാസം മനസ്സിലാവുമല്ലോ, പ്രൈമറി ആൻഡ് സെക്കൻഡറി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ പ്രൈമറി ഡാറ്റ വേണോ സെക്കൻഡറി ഡാറ്റ വേണോ, നമ്മൾ മൊത്തത്തിൽ ഒരു ഡിസൈൻ അതിനുണ്ട്. നമ്മളൊരു വീടാണെങ്കിൽ തന്നെ
നമുക്ക് അതിനൊരു ഡിസൈൻ ഇവിടെ ഉണ്ടല്ലോ അല്ലേ, വാതിൽ ഇങ്ങനെ വാതിലിങ്ങനെ ജനലിങ്ങനെ. അപ്പം അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങളൊക്കെ ഒത്തിരി സംഭവങ്ങൾ. അപ്പം നമുക്കതിനൊരു ഡിസൈൻ ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. സോ എവറി സിസ്റ്റമാറ്റിക് എഫേർട്ട് ഷുഡ് ഹാവ് എ ബ്യൂട്ടിഫുൾ ഡിസൈൻ, ഈവൻ ഇഫ് ഇറ്റ് ഈസ് എ ബിൽഡിംഗ്, if it is a cloth, and similarly if it is a research, it should have a design. Design shows the overall look of that study. അപ്പോൾ എന്തായിരിക്കണം നമ്മൾ ആ സ്റ്റഡി നടത്താൻ വേണ്ടി ഒബ്ജക്റ്റീവ്. ആ ഒബ്ജക്റ്റീവ് നമ്മൾ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യണം. ഇനി അതല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യണം, ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ ആരുടെ നിന്ന് കളക്ട് ചെയ്യണം, നമ്മുടെ പോപ്പുലേഷൻ ആരാണ്. അപ്പോൾ ഉദാഹരണം നിങ്ങൾ ഓൺലൈൻ പർച്ചേസിനെ കുറിച്ച് വിചാരിക്കുക. അപ്പം ചിലപ്പോൾ ഈ ലേഡീസിൻ്റെ കാതിൽ കിടക്കുന്ന കമ്മലില്ലേ, കമ്മൽ. എന്നോട് ഒരു പെൺകുട്ടി പറഞ്ഞു അവൾ കളിമണ്ണുകൊണ്ടുള്ള കമ്മലുണ്ടാക്കി പെയിൻ്റ് അടിച്ച് ആമസോണിൽ വിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് ഭയങ്കര ക്യൂരിയസ് സ്റ്റഡി കേസാക്കി. ശരി, അതിനൊരു മാർക്കറ്റുണ്ടോ? അങ്ങനെ ഒരു കമ്മലുണ്ട്, അതിന് മാർക്കറ്റും ഉണ്ട്. അപ്പോൾ അത്രയും ഒരു സ്മോൾ ബിസിനസ്, ബട്ട് ഷീസ് ഗെറ്റിംഗ് സ്മോൾ സൈസ് ഓഫ് ഇൻകം. ഭയങ്കര കൂടി ഇൻകം അല്ല, ഒരു കുറച്ച് ഇൻകം അവർക്ക് കിട്ടുന്നുണ്ട്. അതിന് ബ്രാൻഡിങ്, അതിന് ഇമെയിൽ, ഡിജിറ്റൽ മാർക്കറ്റിങ്, സെല്ലറിനെ അപ്രോച്ച് ചെയ്യുന്ന, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊരു സ്റ്റഡി നടത്തുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതാരാണ് മേടിക്കുന്നത്, അല്ല ആരാണ് മേടിക്കുന്നത്. അതൊക്കെ ഒരു 30 വയസ്സ് കഴിഞ്ഞവർ മേടിക്കാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് പെൺകുട്ടികളുണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ള ഫാൻസി ആയിട്ടുള്ള, വളരെ ഫാൻസി ആയിട്ടുള്ള കമ്മലുകൾ വളരെ പ്രായമുള്ളവർ, വളരെ നല്ലൊരു മച്ചുവേർഡ് ലുക്കിംഗ് പീപ്പിൾ ഒരിക്കലും മേടിക്കില്ല. അപ്പോൾ അവൾ പറഞ്ഞു അതുകൊണ്ട് എൻ്റെ മാർക്കറ്റിങ് ഇറ്റ് ഈസ് ബിറ്റ്വീൻ 15 years old ആൻഡ് 30 years old പീപ്പിൾ. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു. അപ്പോൾ അവിടെ വരെ നമ്മൾ ടാർഗറ്റ് ചെയ്യണം. ടാർഗറ്റ് ചെയ്യുമ്പോൾ ഫേസ്ബുക്കിൽ ആഡ് കൊടുക്കും. ഫേസ്ബുക്കിൽ ആഡ് കൊടുക്കുമ്പോൾ ഫേസ്ബുക്ക് നമ്മളോട് ഫിൽറ്റർ ചെയ്ത് വയ്ക്കും. ആർക്കാണ് പരസ്യത്തിൻ്റെ ടാർഗറ്റ്? ഗേൾസ്. അപ്പോൾ അതിനെ മെൻ ഔട്ടായി, മെന്നും ബോയ്സും ഔട്ടായി. ഗേൾസിൻ്റെ പ്രായം എത്ര? നിങ്ങളുടെ പ്രായം കൊടുക്കുമ്പോൾ 15 to 30. മനസ്സിലായല്ലോ. പിന്നെ അതിൻ്റെ അകത്ത് വേറെ ആണെങ്കിൽ ഡൽഹിയിലുള്ളവർക്ക് വേണോ, തമിഴ്നാട്ടിലുള്ളവർക്ക് വേണോ, ഇന്ത്യ മൊത്തം ഉള്ളവർക്ക് വേണോ. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് നമുക്ക് ഫേസ്ബുക്ക് തരും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിലേക്ക് നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ ആ പ്രൊഡക്റ്റ്, നിങ്ങളുടെ പ്രൊഡക്റ്റ് ആരൊക്കെ മേടിച്ചു, ഏത് റീജിയൻ, ഡൽഹിക്കാരാണോ കൂടുതൽ മേടിച്ചത്, അവർക്കവിടെ അവരുടെ എത്നിക് കൾച്ചറിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ കമ്മൽ നല്ലതാണെന്നൊക്കെ തോന്നും. അപ്പോൾ അങ്ങനെ നമുക്കൊരു സ്റ്റഡി വേണമെങ്കിൽ നടത്താം. അപ്പോൾ ആ സ്റ്റഡി നടത്താതിരിക്കാൻ പറ്റില്ല. സ്റ്റഡി നടത്തുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ടാർഗറ്റ് ഗ്രൂപ്പിന് കൊടുക്കണം. ഏത് ഗ്രൂപ്പാണ്? 15 to 30 years old women who belongs to Delhi area. So there are suppose that there are 50 lakh such people in Delhi, and from them you have to collect a data about the prospects of what we can say കളിമണ്ണിൻ്റെ കമ്മൽ, അതിനെ പ്രോസ്പെക്ട്സ് നമ്മൾ. അപ്പോൾ അവരാണ് നമ്മുടെ പോപ്പുലേഷൻ. ഞാൻ ഉദ്ദേശിച്ചത് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 50 ലക്ഷം പേരുണ്ട്. എല്ലാവരുടെയും നിന്ന് പോയി ക്വസ്റ്റ്യൻ കളക്ട് ചെയ്തിട്ട് ഇല്ല. നമ്മൾ സാമ്പിൾ ഉപയോഗിക്കും. സാമ്പിൾ ഈസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി എൻ്റയർ പോപ്പുലേഷൻ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇതാണ് നമ്മുടെ സാമ്പിളായ ഡൽഹിയിലെ ആൾക്കാരെ. അവിടെ നമ്മൾ ലക്ഷക്കണക്കിന് ആൾക്കാർ, നമ്മളൊരു 10 പേരെ റാൻഡമായിട്ട് പിക്ക് ചെയ്യും. സോ ദാറ്റ് സാമ്പിൾ റെപ്രസെൻറ്റ്സ് ദി എൻ്റയർ പോപ്പുലേഷൻ. ആ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഡൽഹിയിലുള്ള 50 ലക്ഷം പെൺകുട്ടികൾ, 15 years and 30 years. They represents the entire population. The sample, how many sample you can brought? Sometimes you will be limiting it to 500 people. അല്ലേ, നമുക്ക് ആ സ്റ്റഡി അത്രേ പറ്റുള്ളൂ, ഒത്തിരി ആരെ നമുക്ക് കിട്ടുള്ളൂ. 500 people നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്തു. സോ ദർ ഇസ് എ ഡിസൈൻ, ദർ ഇസ് എ മെത്തേഡ്. So there is a target group called the 50 lakh people, and out of that you have selected 500 people. There is a method of choosing that 500 among the 50 lakh people. So that is called sampling. മനസ്സിലല്ലോ, സാമ്പിളിങ് പല രീതിയിലാണ്. അപ്പോൾ അതിലൊന്നാണ് റാൻഡം സാമ്പിളിങ്. നമ്മൾ ഒത്തിരി സാമ്പിളിങ്ങിനെ കുറിച്ചും പഠിക്കണം, നമ്മൾ റിസർച്ചിനെ കുറിച്ച് ഡീറ്റെയിൽ ഒന്നും പഠിക്കുന്നില്ലല്ലോ. അല്ല, നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മളിത് ഏകദേശം ഒരു ബേസിക് ഇൻഫർമേഷൻ മാത്രമല്ല നമുക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ട് സാമ്പിളിങ് പല വിധത്തിലുണ്ട്, ഏതൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല, നമുക്ക് പിന്നീട് നോക്കാം, ആവശ്യമാണെങ്കിൽ നോക്കാം. ഞാൻ ഡിലീറ്റ് ചെയ്ത് ഓരോന്നോരോന്നായിട്ട് ഓരോ പാട്ടായിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നലേക്കാണ് എല്ലാം കൂടെ എടുത്ത് ഡിലീറ്റ് ചെയ്യാറ്. അതുകൊണ്ട് ഓരോ കുഞ്ഞു ഭാഗമായിട്ട് മാത്രം ഡിലീറ്റ് ചെയ്ത് പോവാം, നമുക്ക് സമയം പോവാം. ഡിലീറ്റ് ചെയ്യാതിരിക്കാൻ പറ്റുമല്ല, ഇത്രയും ഡിലീറ്റ് ചെയ്യാൻ, ബാക്കി മുകളിലുള്ള വരെയൊക്കെ അവിടെ കിടക്കട്ടെ അല്ലേ. അപ്പം നിങ്ങൾ എല്ലാവരും എണീറ്റോ? എനിക്കറിയത്തില്ല എത്ര പേരുണ്ടെന്ന്. 17 പേരുണ്ട്. ഞാനും കൂടെ കൂട്ടി കേട്ടോ, ഞാൻ തന്നെ 2 അടുത്തുനിന്ന് കയറിയേക്കോ. അപ്പോൾ പിന്നെ ഇപ്പോൾ 18 പേരായി. അശ്വിൻ കയറി, അക്ഷയജിത്ത് അവനെ അഡ്മിറ്റ് ചെയ്ത്, പിന്നെ ആരാണ്? അപ്പം നമ്മൾ 19 പേരായി. 2 പേരും കൂടെ കുറച്ച് 17 പേരുണ്ട്. പകുതി പിള്ളേർ ക്ലാസ്സിൽ നിൽക്കില്ല. ദ റെസ്റ്റ് ഫോർ ദി റിമൈനിങ് 17 people. വൈ ദേ ഹാവ് നോട്ട് കെയിം? ചിലപ്പോൾ അവർ വരുമായിരിക്കും, നമുക്ക് പ്രതീക്ഷിക്കാം.
സുമയ വന്നു, അവളെ അങ്ങോട്ട് അഡ്മിറ്റ് ചെയ്തു. അവൾ വരുന്നു പോകുന്നു, അവിടെ ഇങ്ങനെ റേഞ്ചിലെന്ന് തോന്നുന്നു, അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നെയെന്നറിയോ, ഇതിൽ ഓരോരോ സ്റ്റെപ്പുകളെ കുറിച്ച്, ഡിസൈനെ കുറിച്ച്. ആ ഡിസൈൻ നമ്മൾ ഡിസൈൻ അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ സാമ്പിളിങ്ങിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. സാമ്പിളിങ് 50 ലക്ഷം ആൾക്കാരുണ്ട്. 50 ലക്ഷം ആൾക്കാർ ഏത് ഏജ് ഗ്രൂപ്പിന്? 15 to 30 years old. നമ്മൾ കമ്മൽ മേടിക്കുന്ന അത്ര ആൾക്കാരേ ഉള്ളൂ. അവരുടെ അകത്ത് നമ്മൾ 500 പേരെ എടുത്തു. 500 പേരെയാണ് എടുക്കാൻ വേണ്ടി നമ്മൾ 50 ലക്ഷത്തിൽ ആൾക്കാരുടെ ഒരു 500 റാൻഡം സാമ്പിളിങ് ചെയ്തു. റാൻഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ടറി മെത്തേഡിലൂടെ നമ്മൾ അതിൽ കുറച്ച് പേരെ സെലക്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ പിക്ക് ചെയ്തു. അങ്ങനെ ഒരു സാമ്പിളിങ് നമ്മൾ നടത്തി അവർക്ക് ക്വസ്റ്റ്യനെയർ നമ്മൾ കൊടുത്തു. ഗൂഗിൾ ഫോമിലുള്ള ക്വസ്റ്റ്യനെയർ കൊടുത്തു. അവർ ഫിൽ ചെയ്ത് നമുക്ക് തിരിച്ചു തന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് ആ തിരിച്ചു തന്ന ഫോമിൽ കുറേ ഡാറ്റയുണ്ട്. ആ ടേബിൾ ഇങ്ങനെ പറഞ്ഞു, അവരുടെ ഏജിനെ കുറിച്ച് പറയുന്നു, അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് പറഞ്ഞു, അവരുടെ ഇൻകത്തെക്കുറിച്ച്, അവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിനെ കുറിച്ച് പറഞ്ഞു, കമ്മലിൻ്റെ കളറിനെ കുറിച്ച് പറഞ്ഞു, കമ്മലിൻ്റെ ഡിസൈനിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ കമ്മലിൻ്റെ വില ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ നമ്മളോട് ഡാറ്റ ആയിട്ട് തന്നു. സോ വി കളക്ട് ഡാറ്റ ഫ്രം ദം, വി പ്രോസസ് സച്ച് ഡാറ്റ, വി ഫൈൻഡ് ദാറ്റ് people are ready to spend around 30 to 50 rupees per pair of കമ്മൽ. മനസ്സിലായല്ലോ? അപ്പോൾ കമ്മൽ ഒരു 30 രൂപ തൊട്ട് 50 രൂപ വരെ വില കൊടുക്കാനേ അവർ തയ്യാറുള്ളൂ. അത്രയും രൂപയ്ക്ക് ആരെങ്കിലും കമ്മൽ മേടിക്കുമായിരിക്കും അല്ലേ? അതുകൊണ്ട് നമ്മൾ തന്നെ അറിയും, ഈ ഡാറ്റ കിട്ടിയപ്പോൾ നമ്മൾ തന്നെ അറിയും, ഒരു 35 രൂപയ്ക്ക് ഒരു കമ്മലിന് വിലയിട്ട്. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെ നമുക്കൊരു ഡാറ്റ കിട്ടിക്കുമ്പോൾ നമുക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റുന്നത്. സോ കളക്ഷൻ ഓഫ് ഡാറ്റ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് തിങ്. ഓക്കെ, ഡാറ്റ കളക്ട് ചെയ്തു. ഞാനൊരു കേസ് സ്റ്റഡി വെച്ച് പറയുന്നതെന്ന് അറിയാം. കേസ് സ്റ്റഡി ഭയങ്കര പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ച് ആൾക്കാർ പറഞ്ഞ റെസ്പോൺസിൽ നിന്നാണ് ഈ ഒരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇതിനേക്കാൾ നല്ല ഉദാഹരണം നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റും. ഒരു സെക്കൻഡ്, ഡിലീറ്റ് ചെയ്യട്ടെ. Okay, so that is called collection of data. Now processing data and analyzing data. How to process the data? Data ഇങ്ങനെ സെറ്റായിട്ട് വെച്ച് ഓരോന്നും നമ്മൾ ഓരോ തരത്തിൽ വിലയെക്കുറിച്ചുള്ള ഡാറ്റ ഇങ്ങനെ സെറ്റ് ചെയ്ത്, വിലയിൽ 17 വയസ്സുകാർ വില കുറച്ച് കമ്മല മേടിക്കാൻ തയ്യാറുള്ളൂ, 30 വയസ്സുകാർക്ക് ഒരു ചിരിങ്ക കാണും, അവരൊരു 50 രൂപയ്ക്കൊക്കെ മേടിക്കാൻ തയ്യാറാവും. സോ അവരുടെ ഏജ് കൂടുന്നതനുസരിച്ച് കൂടിയ കമ്മൽ മേടിക്കാൻ ആൾക്കാർ തയ്യാറാകുന്നുണ്ട്. ഏജ് കുറഞ്ഞതനുസരിച്ച് ലെസ് കളർഫുൾ ആയിട്ടുള്ള കമ്മലായിരിക്കും ആൾക്കാർ മേടിക്കുക കൂടുന്നതനുസരിച്ച്. ശരിയല്ലേ? വളരെ കുറഞ്ഞ പ്രായമുള്ള പെൺകുട്ടികളാണെങ്കിൽ നല്ല ഭയങ്കര ബ്ലിങ്കൊക്കെ ചെയ്യുന്ന കമ്മൽ മേടിക്കാൻ തയ്യാറാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു ടേസ്റ്റ് ആൻഡ് ഡിഫറൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഡാറ്റയിൽ നിന്ന് കിട്ടി. അങ്ങനെ നമ്മൾ ഡാറ്റയിൽ നിന്ന് കിട്ടണമെങ്കിൽ നമ്മൾ പ്രോസസ്സ് ചെയ്യണം ഡാറ്റ, പിന്നെ അനലൈസ് ചെയ്യണം, പിന്നെ ഇൻ്റർപ്രറ്റിംഗ് ദി അനാലിസിസ്. അപ്പം നമ്മൾ അനലൈസ് ചെയ്യുക ഇങ്ങനെ ഓരോ ടേബിളൊക്കെ വെച്ച് ഏറ്റവും കൂടുതൽ ഇൻകം ഉള്ള ആൾക്കാരാണ് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കമ്മൽ മേടിക്കുന്നത്. ചിലപ്പോൾ ശരിയല്ലേ, ഏറ്റവും ഭയങ്കര വരുമാനമുള്ള ആൾക്കാരായിരിക്കും റേഷൻ കടയിൽ നിന്ന് അരി മേടിക്കുന്നത്. വരുമാനം കൂടിയ ആൾക്കാർ, ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ, ഏറ്റവും റിച്ചായിട്ടുള്ള ആൾക്കാരായിരിക്കും റേഷൻ കടയിൽ പോയി പാപ്പക്കാരായി മേടിക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ അവരായിരിക്കും സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് 50 പൈസയ്ക്ക് 1 രൂപയ്ക്കും കണക്ക് പറയുന്നത്. നമുക്ക് കണക്കുണ്ട്, കാരണം വെച്ചാൽ നമുക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കണക്ക് പറയും. ചിലപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലേ, അവരൊന്നും കുറ്റം പറഞ്ഞിട്ടില്ല, 1 രൂപയ്ക്കും വിലയുണ്ട്. പക്ഷേ അങ്ങനെ ഒരു പാറ്റേൺ ഉണ്ട്, ഒരു ക്യാരക്ടർ പാറ്റേൺ ഉണ്ട് അല്ലേ? അത് ആ ഒരു പാറ്റേൺ ഉണ്ടെന്നാണല്ലോ നമ്മൾ ഈ അനാലിസിസ് കൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അതിന് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ഏറ്റവും ഡിസൈനായിട്ടുള്ള കമ്മൽ ഇഷ്ടപ്പെടുന്നത്, നല്ല ഡിസൈൻ ഇഷ്ടപ്പെടുന്നത് ഒരു 15 to 20 years ഉള്ള ആൾക്കാരാണ്. ഏറ്റവും കൂടുതൽ വില കൊടുക്കാൻ തയ്യാറാകുന്നത് ഒരു 25 to 30 years ഏജ് ഗ്രൂപ്പുള്ള ആൾക്കാരാണ്. നമുക്ക് ആ ഡാറ്റ അനാലിസിസ് നമുക്ക് പിടികിട്ടി. മനസ്സിലായല്ലോ? ഹയർ ഏജ് പീപ്പിൾ ആർ റെഡി ടു ഗീവ് 50+ rupees for 1 pair of കമ്മലിൻ്റെ ഇംഗ്ലീഷ് എന്താ എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ അവർ അതിന് തയ്യാറാണെന്ന് നമ്മൾ പറഞ്ഞു. മനസ്സിലായല്ലോ? അപ്പോൾ അത് നമ്മുടെ എന്ത് കിട്ടി? അനാലിസിസ് നമുക്ക് കിട്ടി. പിന്നെ ഏറ്റവും സാധനം റിസർച്ച് റിപ്പോർട്ട് അങ്ങ് എഴുതി തയ്യാറാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ സ്റ്റെപ്പ് നോക്കാം. 1, ഐഡൻറ്റിഫൈങ് ദി പ്രോബ്ലം. കമ്മൽ വീട് അത് ആണുങ്ങൾക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റിയ. ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം മനസ്സിൽ വന്ന ഒരു എക്സാമ്പിൾ കേട്ടോ. നമ്മളിങ്ങനെ വിചാരിക്കുക, എന്താണ് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടില്ലേ, മരങ്ങൾ മുറിക്കുമ്പോൾ മഴ കുറയും എന്നുള്ളത്. അത് നമുക്ക് അനലൈസ് ചെയ്യാൻ പാടാം. പക്ഷെ മരങ്ങൾ ഉള്ളപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? മരം ഉള്ളപ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? മഴ ഗ്രൗണ്ട് വാട്ടർ ഭയങ്കരമായിട്ട് അവിടെ നിൽക്കും അല്ലേ? സോ വെനെവർ ദർ ആർ ട്രീസ്, ഗ്രാസ് ആൻഡ് അതർ പ്ലാന്റ്സ്, ദ ഗ്രൗണ്ട് വാട്ടർ ലെവൽ വിൽ ബി ഹൈ ഇൻ എ പർട്ടിക്കുലർ ഏരിയ. ശരിയല്ലേ? നമ്മൾ വീടൊക്കെ പണിതു അല്ലെങ്കിൽ കന്നാരയൊക്കെ നട്ട് അവിടെയെങ്കിലും വെള്ളം താഴുകയൊന്നുമില്ല, വെള്ളം ഒഴുകി പോവുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര മരമൊക്കെ ഉള്ള കുന്നുകളിൽ താഴെ താമസിക്കുന്ന ആൾക്കാർ, അവിടെ മരത്തിൻ്റെ മേട് വെള്ളം വീണു
പിന്നെ ഇങ്ങോട്ട് വീണു, ഊർന്നിറങ്ങി താഴെ വന്നു, ഇവിടെ പള്ളയുണ്ട്, അതും തട്ടി ഇങ്ങനെ വെച്ച് ഇവിടെ കുഞ്ഞു പുല്ലുണ്ട്, അവിടെ വെള്ളം വീണു, അത് താഴോട്ട് ഇറങ്ങി. മനസ്സിലായല്ലോ? അല്ല മറ്റൊരു സ്റ്റീപ്പ് മൗണ്ടനാണെങ്കിൽ എന്ത് ചെയ്യും, ഇതാ ഇങ്ങോട്ടങ്ങ് ഒലിച്ച് പോവുള്ളൂ, ഇത് പെട്ടെന്ന് റൺ ഓഫ് ആയിപ്പോവും. അപ്പോൾ മരങ്ങളും സസ്യങ്ങളും കൂടുതലുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, പെയ്യുന്ന വെള്ളം അല്ലെങ്കിൽ ഭൂമിയിലേക്ക് പതിക്കുന്ന വെള്ളം കൂടുതലായിട്ട് അരിച്ചിറങ്ങി. അപ്പോൾ എന്ത് ചെയ്യും, ഗ്രൗണ്ട് വാട്ടർ ഭയങ്കരമായിട്ട് കാണും. നമ്മളൊരു കിണർ അവിടെ പക്ഷേ ഒരു 8 മീറ്റർ കിണറിന് നമുക്ക് പറയാം, 8 മീറ്റർ താഴെയുള്ള വെള്ളത്തിൽ കിണറ്റിൽ വെള്ളം കാണും. വേനൽക്കാലത്ത് ജനുവരിയിലും ഫെബ്രുവരിയിലും മാർച്ചിലൊക്കെ വെള്ളം കാണും. അപ്പോൾ 8 മീറ്ററാണെന്ന് വിചാരിച്ചത്, 8 മീറ്റർ കിണറ മനസ്സിലായി. അവിടെ ഇത്രയും വെള്ളം കാണും, 1 മീറ്റർ വെള്ളം കാണും. അതേസമയം നേരെ തിരിച്ച് ഒരു ഇതൊന്നും ഇല്ലാത്ത, മരങ്ങളൊന്നും ഇല്ലാത്ത നമ്മുടെ ഇവിടുത്തെ ഏരിയയിൽ 10 മീറ്റർ 12 മീറ്റർ ആയാലേ വെള്ളം കാണുള്ളൂ. അപ്പം 4 മീറ്ററിന് വെള്ളം കുറഞ്ഞു പോയി. എന്തുകൊണ്ടാണ്? ഈ ഭാഗത്ത് നോ ട്രീസ്, ഇവിടെ ട്രീസ് ഭയങ്കര. അപ്പം മഴവെള്ളം വീഴുമ്പോൾ അത് മണ്ണിലേക്ക് അരിച്ച് വെള്ളം ഇങ്ങോട്ട് ഒഴുകുന്നില്ല. ഓരോ സ്ഥലത്തും കുഞ്ഞു സസ്യങ്ങളും വലിയ കുഞ്ഞു കുഞ്ഞു പുല്ലുകളും സസ്യങ്ങളും ബുഷസ് എന്ന് പറഞ്ഞാൽ കുറ്റിച്ചെടികളും പിന്നെ അല്ലാതെ മരങ്ങളും ട്രീസും ഒക്കെ തടസ്സം ഉണ്ടാക്കിയിട്ട് അത് മണ്ണിലേക്ക് വെള്ളം ഒലിച്ചിറങ്ങും. സോ ദർ ഈസ് ഹൈ കോറിലേഷൻ ബിറ്റ്വീൻ plants, the existence of plants, trees and other organisms and the groundwater level. ശരിയല്ലേ? നമുക്കത് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യമുള്ളൂ. നമുക്കതിനെക്കുറിച്ച് സ്റ്റഡി നടത്തുക. ആ സ്റ്റഡി നടത്തുമ്പം നമുക്ക് ഒരു സെക്കൻഡ് ഞാൻ ഡിലീറ്റ് ചെയ്യട്ടെ. നമ്മൾ ഡിലീറ്റ് ചെയ്തു. അങ്ങനെ നടക്കുമ്പോഴത്തേക്കും നമ്മൾ പറയുന്നതാണ്, അതായത് wherever there are deforestation or wherever there are absence of trees, there will be the groundwater level will be low. ശരിയല്ലേ? ഗ്രൗണ്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ, ഭൂമിക്കടിയിലുള്ള വെള്ളം എന്ന് അതിനർത്ഥം അല്ലേ? പേരൻസ് പറയുന്നത് കേൾക്കാൻ പറയാം, വെള്ളച്ചാലെന്നൊക്കെ പറയും. അപ്പോൾ ഗ്രൗണ്ട് വാട്ടർ ലെവൽ ശരിക്കും ട്രീസുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. നമ്മൾ മരം മുറിച്ചാൽ നമുക്ക് മാത്രമല്ല അയൽവക്കക്കാർക്കും ദോഷം. മരങ്ങളും സസ്യങ്ങളും വേണം. മണ്ണ് എക്സ്പോസ് ചെയ്യരുത്. മണ്ണ് എക്സ്പോസ് ചെയ്യുന്ന പറഞ്ഞാൽ മണ്ണിങ്ങനെ വെറുതെ നിൽക്കും. അവിടെ നമ്മളവിടെ വൃത്തിയാക്കി, മണ്ണ് നല്ല സ്ഥലമാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ തറ പോലെ വൃത്തിയാക്കി വെക്കും. യഥാർത്ഥം സംഭവിക്കുന്ന അടുത്ത മഴയത്ത് ആ മണ്ണും കൂടെ പൊലിച്ച് പിറവാറ്റിക്കൂടെ അല്ലെങ്കിൽ വേറൊരു ആറ്റിൽ കൂടെ മൂവാറ്റുപുഴയാറ്റിൽ അങ്ങ് ഒലിച്ച് പോകുന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ എങ്ങനെ പോവും? കളറായിട്ട് പോവും. കളറായി നമ്മൾ ചേർത്താണോ? അല്ല, മണ്ണാണ് പോകുന്നത്. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? നമ്മൾ പുല്ല് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അപ്പോൾ ആ ഗ്രൗണ്ട് വാട്ടറുമായിട്ട് ഭയങ്കര ഉണ്ട്. സോ അവർ പ്രോബ്ലം ഈസ് ദാറ്റ് whether there is a relationship between the amount of tree cover and ground water level. അല്ലേ? നമ്മളൊരു കുഞ്ഞു പഠിത്തം നടക്കുക. ഈ സ്റ്റഡിക്കകത്ത് നിങ്ങൾക്കെല്ലാം ഒറ്റയടിക്ക് തന്നെ അറിയാം എന്താണ് ട്രീ കവർ ആൻഡ് ഗ്രൗണ്ട് വാട്ടർ ലെവൽ. ഞാനിങ്ങനെ എഴുതുക, നിങ്ങൾക്ക് ഇവിടെ കിട്ടിയല്ലോ. ഗ്രൗണ്ട് വാട്ടറിൻ്റെ GW ഷോർട്ടായിട്ട് തട്ടുന്നുള്ളൂ. Whether there is a relation between these two, there is positive relation between these two. Higher the tree cover, higher will be the groundwater level. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ എന്തായാലും പറഞ്ഞത് 8 മീറ്ററിന് താഴെ നമ്മൾ വേനൽക്കാലത്തും വെള്ളം കാണും. ട്രീ കവർ അവിടെ ഒരു 80% സ്ഥലത്തും ട്രീ പ്ലാന്റ്സ് ഗ്രാസ് എക്സെട്ര ഉണ്ടെങ്കിൽ അവിടെ 80% സ്ഥലത്തും ഉണ്ടെങ്കിൽ നമ്മൾ പറയുകയാണ് ഒരു 8 മീറ്റർ താഴെയെങ്കിലും വെള്ളം കാണും. മറ്റിടത്താണെങ്കിലോ ട്രീസ് ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് ഒരു 12 മീറ്റർ കുഴിച്ചാൽ പോലും എന്തില്ല, വെള്ളം കാണിയല്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ ഡ്രോട്ട് ഭയങ്കരമായിട്ട് അവരെ അഫക്റ്റ് ചെയ്യും. സോ ദർ ഈസ് എ ഹൈ പോസിറ്റീവ് കോറിലേഷൻ ബിറ്റ്വീൻ. വാട്ട് ഈസ് കോറിലേഷൻ? ദ റിലേഷൻ ബിറ്റ്വീൻ 2 things. ഓക്കെ, ദ റിലേഷൻ ബിറ്റ്വീൻ 2 things. കോറിലേഷനെ കുറിച്ചുള്ള പഠനത്തിനാവട്ടെ നോബൽ പ്രൈസ് കിട്ടിയത്. അപ്പോൾ നമുക്കിവിടെ ഒറ്റയടിക്ക് അറിയാം. നമ്മളോട് ഇപ്പം ഞാൻ കുഞ്ഞ് എക്സാമ്പിളാണ് പറയുന്നത്, നിങ്ങൾക്ക് ചെറുപ്പത്തിൽ തൊട്ട് തോന്നുന്ന ഒരു കാര്യമാണ് ഇത് തമ്മിലൊരു ബന്ധം ഉണ്ടായിരിക്കും അല്ലേ? നമുക്ക് അതുകൊണ്ട് മനസ്സിലാക്കാനൊന്നും പാടുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോബ്ലം. Our problem is that whether there is a relation between tree cover and groundwater level. അത് നമ്മുടെ റിസർച്ച് പ്രോബ്ലമാണ്. സോ വി സപ്പോസ് ദാറ്റ് ദർ ഈസ് എ പോസിറ്റീവ് കോറിലേഷൻ ബിറ്റ്വീൻ ദീസ് ടു. അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ച് നോക്കണം. നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഡാറ്റ എടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പല പല സ്ഥലങ്ങളിൽ പോയി ട്രീ കവർ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള സാമ്യമുള്ള സ്ഥലങ്ങളിൽ പോയി ഒത്തിരി അകലെയുള്ള നമുക്ക് രാജസ്ഥാനിൽ പോയി എടുക്കാൻ പറ്റില്ല. നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ ക്ലോസ് ആയിട്ടുള്ള 2 പഞ്ചായത്തിൽ ട്രീ കവർ ഇല്ലാത്തതും ട്രീ കവറുള്ളവരുടെ 2 ഏരിയയിൽ പോയി നമ്മൾ ഈ സ്റ്റഡി നടത്തുക. സോ അവർ പ്രോബ്ലം ഈസ് ദാറ്റ് ടു ചെക്ക് വെദർ ദർ ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ tree cover
അതിൻ്റെ ഗ്രൗണ്ട് വാട്ടർ ലെവൽ. ചിലടത്ത് ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഭയങ്കര കുറവാണ്, അതിൻ്റെ കാരണം ട്രീ കവർ ഇല്ലാത്തതുകൊണ്ടാണെന്ന് നമ്മൾ പഠിക്കുക. നമ്മൾ ആദ്യം വിചാരിക്കുക ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ടാസ്ക് ഇൻ ദി എൻ്റയർ പ്രോസസ് scientific research of a scientific research is to identify a research problem. So there is a research problem. ശരിയല്ലേ? അപ്പോൾ നമ്മൾ ചിലപ്പം പറയല്ലേ, നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ വെള്ളമുണ്ട്, വേറൊരു നാട്ടിൽ ഭയങ്കര വെള്ളമില്ല. മഴ നമ്മുടെ എവിടെയൊക്കെ വലിയ വ്യത്യാസം, വേറെ നാട്ടിൽ ഒത്തിരി അകലെയുള്ള സ്ഥലമല്ല. അപ്പോൾ അവിടെ ചിലപ്പോൾ ഒരു കുന്ന് കൂടുതലായിരിക്കും. ഇനി രണ്ടിടത്തും കുന്ന് സെയിം ആണെങ്കിലോ അവിടുത്തെ കുന്ന് തന്നെ എവിടെയെങ്കിലോ. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇവിടെ താമസിക്കുന്ന ആൾക്ക് ഇവിടെ താമസിക്കാക്കും വെച്ച് ഇവിടെ താമസിക്കുന്ന ആൾക്ക് കൂടുതൽ വെള്ളം കിട്ടിയെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ കൂടുതൽ എന്തുണ്ട്, ട്രീ കവർ ഉണ്ടെന്നാണ്, ഇവിടെയൊക്കെ ട്രീ കവർ ഉണ്ടെന്നാണ് അതായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നുള്ളതാണ് റിസർച്ച് പ്രോബ്ലം നമ്മൾ ഡിഫൈൻ ചെയ്തു. വി ഹാവ് കൗണ്ട്ലെസ് പ്രോബ്ലംസ് ആണ്, പലതരത്തിലുള്ള പ്രോബ്ലംസ്, മനസ്സിലായല്ലോ. ബട്ട് വി ഹാവ് ടു സ്റ്റഡി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ദാറ്റ് ഇസ് റിലേറ്റഡ് ടു ആ ടോപ്പിക്. അപ്പം മഴ പെയ്യാതിരിക്കുന്നതാണ് അല്ലെങ്കിൽ വേനൽ വരുന്നതാണ്, വേനലിൽ വെള്ളമില്ലാത്തതാണ് നമ്മുടെ പ്രോബ്ലം, മനസ്സിലായോ. വെള്ളമില്ലാത്തതിന് പല കാരണങ്ങളുണ്ട്. അതിലൊരു ഒന്നെങ്കിൽ ഒരു പക്ഷേ അവിടെ പോപ്പുലേഷൻ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ കുഴക്കിണറിൻ്റെ എണ്ണം ഭയങ്കര കൂടുതലായിരിക്കും, അല്ലെങ്കിൽ തൊട്ടടുത്ത് ഇൻഡസ്ട്രി കാണുമായിരിക്കും, ശരിയല്ലേ. പക്ഷേ നമ്മൾ പഠിക്കുന്നത് ട്രീ കവറുമായിട്ട് ബന്ധപ്പെട്ട. സോ ദാറ്റ് ഈസ് അവർ സ്പെസിഫിക് പ്രോബ്ലം. വെള്ളമില്ലാത്തതിൻ്റെ, ഡ്രോട്ട് വരുന്നതിൻ്റെ അല്ലെങ്കിൽ വരൾച്ച കാണുന്നതിൻ്റെ, വാട്ടർ സ്കേഴ്സിറ്റിയുടെ പല കാരണങ്ങളിൽ ഒരു കാരണത്തെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. മറ്റ് കാരണങ്ങളൊക്കെ കാണും, മറ്റ് കാരണങ്ങൾക്ക് നമുക്കൊരു പ്രാധാന്യമൊക്കെ കൊടുക്കണം. പക്ഷേ ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടോ എന്ന് നമ്മൾ പഠിക്കുക. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ റിസർച്ച് പ്രോബ്ലം ഹെൽപ്പ് us to bring the best result from our research as well as to make our research focused. നമ്മുടെ സ്റ്റഡി എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യണം. പലപ്പോഴും സോഷ്യൽ സയൻസ് റിസർച്ചിലെ ആൾക്കാരുടെ പ്രശ്നം എന്നറിയോ, നമ്മളങ്ങ് ഫോക്കസ് ചെയ്യല, ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയയിൽ നമ്മൾ ഫോക്കസ് ചെയ്യല, നമ്മൾ അതിൻ്റെ സറൗണ്ടിങ് ഏരിയയിലേക്ക് നമ്മൾ ഡീവിയേറ്റ് ചെയ്യും. അങ്ങനെയല്ല, ഫോക്കസ്ഡ്. വൺസ് വി ഹാവ് ചോസൺ എ റിസർച്ച് പ്രോബ്ലം എ ഫ്യൂ മോർ റിലേറ്റഡ് സ്റ്റെപ്സ് ആർ റിക്വയർഡ് ടു ബി followed before decision has to be taken regarding research. ഒന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി പ്രോബ്ലം, സെക്കൻഡ് ജസ്റ്റിഫൈങ് ദി പ്രോബ്ലം. നമ്മൾ പറയണ ട്രീ കവറാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വെള്ളം വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അത് നിലത്തിലേക്ക് ഇങ്ങനെ ആഴ്ന്നിറങ്ങണം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, വലിയ ഭയങ്കര പൈസയുള്ള ആൾക്കാർ വീട് പണിതിട്ട് വീടിൻ്റെ വലിയ ഓട് പോലെയുള്ള സംഭവങ്ങൾ കിട്ടുമെന്ന് വിചാരിച്ചു. ഈ വാർക്ക കെട്ടിടത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഓട് പോലെ ഇങ്ങനെ പാകി വെച്ചേക്ക് കാണാൻ പറ്റില്ല, ഒരു ലുക്കിന് വേണ്ടിയിട്ട് പെയിൻ്റൊക്കെ അടിച്ച്. അവിടെ നിന്ന് വെള്ളം ഇങ്ങനെ വീഴും. വെള്ളം എന്നിട്ട് വീഴുമ്പോൾ ഇപ്പോൾ ഇതാന്ന് വിചാരിച്ചു, ഭയങ്കര സെറ്റപ്പായിട്ടുള്ള വീട്. അപ്പോൾ ആ വീടിൻ്റെ ഇവിടെ വെള്ളം ഇങ്ങനെ വീഴുമല്ലോ. വെള്ളം ഇങ്ങനെ വീഴുമ്പോൾ ഉണ്ടല്ലോ, ഇവിടെ ഒരു പാത്തി പോലെ ഒരു സാധനം വെക്കും, കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ഒരു പാത്തി പോലെ, എന്നാൽ ഇങ്ങനെ കുത്തനെ ഇത് എല്ലായിടത്തും കൂടെ വീഴായിരിക്കാം. എന്നിട്ട് വെള്ളമൊക്കെ ഒഴിഞ്ഞ് ഈ പാത്തിക്കൂടെ ഒഴുകി, എന്നിട്ട് ഇവിടെ ഒരു കുഴൽ പോലെയല്ല, ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഇവിടെ ഒരു കുഞ്ഞു കുഴൽ പോലെ ഒരു സാധനം കാണും. എന്നിട്ട് അതിലൂടെ ഈ വെള്ളം എല്ലാം കൂടെ വരും. എന്നിട്ട് ഇതിവിടെ വരുമ്പോൾ പ്രക്കോന്ന് പറഞ്ഞ് വെള്ളച്ചാട്ടം പോലെ വീഴാതിരിക്കാൻ വേണ്ടി അങ്ങനെ വീണ് കഴിഞ്ഞാൽ തറയിലോട്ട് ആ വെള്ളം വീണിട്ട് ഇങ്ങോട്ടെല്ലാം തെറിച്ചിട്ട് അവിടെ എല്ലാം പാല് വീഴാൻ വേണ്ടി ഇങ്ങനെ ഒരു സാധനം വെക്കും. എന്നാന്നറിയോ, ചങ്ങല പോലെ ഒരു സാധനം വെക്കും. അപ്പോൾ ഈ കുഴലിൻ്റെ അവിടെ നിന്ന് താഴോട്ട് തൂങ്ങിക്കിടക്കും, ചങ്ങല പോലെ. അപ്പോൾ അതിലൂടെ വെള്ളം ഇങ്ങനെ ഊർന്ന് നിലത്തോട്ട് വരും, ശരിയല്ലേ. എന്നിട്ട് അപ്പോൾ ആ വെള്ളം അങ്ങ് കുത്തി വന്ന് വീഴുകയില്ല, അല്ലാതെ ഇങ്ങനെ പയ്യെ വീഴും. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഇവിടെ ഒരു ഒബ്സ്റ്റക്കിൾ വന്നു, വെള്ളം പയ്യെ ഇങ്ങ് താഴോട്ട്. ഇതുപോലെ തന്നെ പുല്ലുകളുടെ അവസ്ഥയും, പുല്ലും ചെടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, നിലത്തോട്ട് ആ വെള്ളം അവർ വീഴിക്കുക. അതുകൊണ്ടാണ് പുല്ലും മറ്റ് സസ്യങ്ങളും ഉണ്ടെങ്കിൽ അവിടെ വെള്ളം ഭൂമിയിലോട്ട് ഇറങ്ങിയിട്ട് ഗ്രൗണ്ട് വാട്ടർ ലെവൽ കൂടുമെന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഫിനോമിനൻ ഉണ്ടെന്ന് നമ്മൾ പറയാം. അനലൈസിങ് ദി പ്രോബ്ലം, അപ്പോൾ നമ്മൾ ആ പ്രോബ്ലത്തെ അനലൈസ് ചെയ്യാം. ഓക്കെ, എ ക്ലിയർ ആൻഡ് വെൽ ഡിഫൈൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി പ്രോബ്ലം is considered as the foundation for the development of the research proposal. ഒരു റിസർച്ച് പ്രൊപ്പോസലിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്രോബ്ലത്തെ നമ്മൾ വളരെ ക്ലിയർ ആയിട്ടും വെൽ ഡിഫൈൻഡ് ആയിട്ടും സ്റ്റേറ്റ് ചെയ്യാം, മനസ്സിലായല്ലോ. ഇറ്റ് എനേബിൾസ് ദ റിസർച്ചർ ടു സിസ്റ്റമാറ്റിക്കലി പോയിന്റ് ഔട്ട് വൈ ദി പ്രപ്പോസ്ഡ് റിസർച്ച് ഓൺ ദി പ്രോബ്ലം ഷുഡ് ബി അണ്ടർടേക്കൻ ആൻഡ് വാട്ട് ഹി ഹോപ്സ് ടു അച്ചീവ് വിത്ത് ദി ഫൈൻഡിങ്സ് ഓഫ് ദി സ്റ്റഡി. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം വളരെ ഭംഗിയായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നത്, അത് റിസർച്ചറുടെ ഭയങ്കര സിസ്റ്റമാറ്റിക്കായിട്ട് ആ സ്റ്റഡി നടത്താനും അതുപോലെ ആ സ്റ്റഡിയുടെ ഫലമായിട്ടുള്ള ഫൈൻഡിങ്സ് കണ്ടെത്താനും അദ്ദേഹത്തെ സഹായിക്കും. അപ്പോൾ നമ്മൾ പ്രോബ്ലം ഭംഗിയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം, അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നമ്മൾ പറഞ്ഞല്ലോ, റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിൻ്റെ കാര്യം ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞാൽ എന്താണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ മീൻസ് വി സർവേ ദ ബുക്സ്. ഓക്കെ, വി ആർ എക്സാമിനിങ്, റീഡിങ് ആൻഡ് എൻക്വയറിങ് റിഗാർഡിങ് ദി ഓൾറെഡി എക്സിസ്റ്റിംഗ് വർക്ക് ഇൻ ദാറ്റ് ടോപ്പിക്. ആ ടോപ്പിക് ഇതിനു മുമ്പ് ആരെങ്കിലും, നമ്മളല്ലല്ലോ ഈ ലോകത്തിലെ ആദ്യത്തെ മനുഷ്യൻ അല്ല, നമുക്ക് മാത്രമല്ലോ ഇങ്ങനെയുള്ള ചിന്ത ആദ്യം വന്ന് അല്ല, സംബഡി എൽസ് ഏതൊക്കെയാലും ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് വേണം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഏതെങ്കിലും ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ടോ, ഇനി ആ സ്റ്റഡിയുടെ ഫൈൻഡിങ് എന്താണ്, അവർ ഏത് ഏരിയയിലാണ് പഠിച്ചത്, അവരെന്ത് മെത്തേഡാണ് ഉപയോഗിച്ചാണ് പഠിച്ചത്, ഇനി അവരെന്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ഉപയോഗിച്ചു അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ എന്താണ് അവരുടെ ഫൈൻഡിങ് 1, 2, 3 etc. വി ഷുഡ് സ്റ്റഡി ഇൻ ഡീറ്റെയിൽ so that we can make our study more important, okay, or an improved study.
compared to them. Okay, so അതാണ് നമ്മൾ ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. A literature review surveys books, scholarly articles and any other resources relevant to a particular study or research. Okay, literature reviews are designed to provide an overview of sources you have explored while researching a particular topic. ഏതൊക്കെ ടോപ്പിക്കാണ്, ഏതൊക്കെ സോഴ്സാണ് നമ്മൾ സ്റ്റഡി നടത്തുന്നത്, എന്തൊക്കെ ബുക്കുകൾ നമ്മൾ വായിച്ചു, എന്തൊക്കെ ജേർണൽസ് നമ്മൾ വായിച്ചു, എന്തൊക്കെ റിസർച്ച് വർക്കുകൾ നമ്മൾ വായിച്ചു, അതെല്ലാം ലിറ്ററേച്ചർ റിവ്യൂ നമുക്ക് കിട്ടും. റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ഹെൽപ്സ്. എന്തുകൊണ്ടാണ്, ഏതൊക്കെ രീതിയിലാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്? ഇറ്റ് അവേഴ്സ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക്. അവൻ ചെയ്ത വർക്ക് പോലെ തന്നെ പണ്ട് ചെയ്ത് 5 വർഷം പോയ വർക്ക് തന്നെ എൻ്റേത് അങ്ങനെ ആകരുത്. എൻ്റെ ഇച്ചിരി നല്ല വർക്കാണല്ലോ, അപ്പോൾ അവൻ ചെയ്ത വർക്ക് അവിടെ ഉണ്ടോ ഞാൻ അന്വേഷിക്കാൻ ചെല്ലണം, അതിൻ്റെ സ്റ്റഡി എന്താ നമ്മൾ അറിയണം, ശരിയല്ലേ? അതാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക്. ഒരാൾ ചെയ്ത വർക്ക് പിന്നെ നമ്മൾ 5 വർഷം കഴിയുമ്പോൾ ഒരുപോലെ ചെയ്യേണ്ട കാര്യമില്ല. ഇറ്റ് ഹെൽപ്സ് ടു റിസർച്ച് ഫൈൻഡ് ഔട്ട് വാട്ട് അതേഴ്സ് ഹാവ് ലേൺഡ് ഇറ്റ് റിപ്പോർട്ടഡ് ദി പ്രോബ്ലം. ഓക്കെ, മറ്റുള്ളവർ അവരുടെ സ്റ്റഡിയിൽ എന്തൊക്കെയാണ് അവരറിഞ്ഞത്, പിന്നെ അവരെന്തൊക്കെ പ്രോബ്ലംസാണ് അവർ റിപ്പോർട്ട് ചെയ്തത്. ദെൻ ഹെൽപ്സ് ടു റിസർച്ച് ടു ബിക്കം ഫാമിലിയർ വിത്ത് ദ ടൈപ്പ് ഓഫ് മെത്തഡോളജി ഒരു രീതിയുണ്ട്, റിസർച്ച് നടത്തുന്ന ഒരു ഡിസൈൻ ഉണ്ട്, ഒരു രീതിയുണ്ട് സ്റ്റഡി നടത്തുന്നതിന്. ആ മെത്തഡോളജി അവിടെ എന്തായിരുന്നു നമ്മൾ പഠിക്കുക. ഇറ്റ് ഹെൽപ്സ് ടു റിസർച്ച് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് കോൺസെപ്റ്റ്സ് ആൻഡ് തിയറീസ് ആർ റെലവൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ. നമ്മൾ നോക്കുക, ഒരു സ്റ്റഡി നടത്തുമ്പോഴേ അതിൻ്റെ എന്തെങ്കിലും തിയറി ഉണ്ടോ, ഈ സ്റ്റഡിക്കകത്ത് ഉപയോഗിക്കാൻ പറ്റിയ തിയറി ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? വലിയ ഭയങ്കര ബെഡാ പാർട്ടികൾ നമ്മൾ പറയുന്നില്ല, വലിയ ഇക്കോണമിസ്റ്റുകൾ, സോഷ്യൽ സയൻറ്റിസ്റ്റുകൾ, ക്ലൈമറ്റോളജിസ്റ്റുകൾ, എൻവയറമെൻ്റലിസ്റ്റുകൾ, ഇക്കോളജിസ്റ്റുകൾ, അങ്ങനെയുള്ള ആൾക്കാർ എന്തെങ്കിലും, നമ്മൾ ട്രീയെക്കുറിച്ചാണല്ലോ പഠിക്കുന്നത്, ട്രീയും റൂട്ടിനെ കുറിച്ചാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും സ്റ്റഡി നടത്തിയിട്ടുണ്ടോ, അതിൽ തിയറി ഉണ്ടോ, സ്റ്റഡി നടത്തുന്നില്ല, അങ്ങനെയുള്ള തിയറി ഉണ്ടോ നമ്മൾ അന്വേഷിക്കുക. ആ തിയറികൾ നമുക്ക് മുമ്പേ പഠിച്ച ആൾക്കാർ ഉപയോഗിച്ചിട്ടുണ്ടോ? Then it helps the research to understand if there is any significant controversy. എന്തെങ്കിലും കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ടോ, കോൺട്രഡിക്ഷൻസ് ഉണ്ടായിട്ടുണ്ടോ, ഇൻകൺസിസ്റ്റൻസീസ് ഉണ്ടായിട്ടുണ്ടോ, ഇതെല്ലാം റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിൽ ഇദ്ദേഹത്തെ സഹായിക്കും. ഇറ്റ് അലോസ് ദ റിസർച്ച് ടു അണ്ടർസ്റ്റാൻഡ് ഇഫ് ദർ ഇസ് എനി അൺആൻസേർഡ് റിസർച്ച് ക്വസ്റ്റ്യൻ. മറ്റുള്ളവർക്ക് മുമ്പേ പറഞ്ഞ ഭാഷയിൽ നിൽക്കുന്നത് പറയാറ്, അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ, അങ്ങനെ ഞാൻ ആൻസർ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇറ്റ് മൈറ്റ് ഹെൽപ്പ് ദ റിസർച്ച് ഡെവലപ്പ് അനാലിറ്റിക്കൽ ഫ്രെയിംവർക്ക്. അപ്പോൾ അനാലിറ്റിക്കൽ ഒരു കാര്യങ്ങൾ പഠിക്കുന്നതിനൊരു ചട്ടക്കൂടുണ്ട്. ആ ചട്ടക്കൂട് അവരുടേതുപോലെ തന്നെ വേണമെങ്കിൽ എനിക്ക് അഡോപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ വ്യത്യസ്തപരമായ രീതി സ്വന്തമായിട്ട് ഒരെണ്ണം അഡോപ്റ്റ് ചെയ്യും. അപ്പോൾ അതിനെ നമ്മൾ പറയുന്നത് അനാലിറ്റിക്കൽ ഫ്രെയിംവർക്ക്. ഇത് നമ്മളിപ്പം ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കേണ്ട, പക്ഷേ മനസ്സിലാക്കി പോയാൽ നമ്മളൊരു 2 വർഷം ഈ അനാലിറ്റിക്കൽ ഫ്രെയിംവർക്ക് റിസർച്ച് നടത്താനുള്ള ഒരു ഫ്രെയിംവർക്ക് ഉണ്ട്. ആ ചട്ടക്കൂട് എന്തൊക്കെ ഉണ്ടായി, ഒബ്ജക്റ്റീവിനെ റിയലൈസ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തായിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങ് മുമ്പോട്ട് പോകും. ടൂൾസ് നമ്മൾ ഉപയോഗിച്ചു. സോ അങ്ങനെ ഒരു അനാലിറ്റിക്കൽ ഫ്രെയിംവർക്ക് അവരെന്താണ് അഡോപ്റ്റ് ചെയ്ത് എനിക്ക് അങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റുമോ? It will help the research to consider the inclusion of variables in his research. Okay, ഏതൊക്കെ വേരിയബിൾസ് എടുക്കണം, ട്രീ കവേഴ്സ് എന്തോരം ട്രീ കവർ പെർ സ്ക്വയർ കിലോമീറ്റർ സ്ക്വയർ മീറ്റർ, അല്ലെങ്കിൽ മറ്റ് ട്രീസ്, പിന്നെ തടയണ വല്ലതും വന്നിട്ടുണ്ടോ, കയ്യാല വന്നിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് വെള്ളം ഇങ്ങനെ അവിടെ കെട്ടി നിൽക്കും, അപ്പോൾ വെള്ളം ഗ്രൗണ്ട് വാട്ടർ ലെവൽ കൂടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരിഗണിക്കണം. സോ സച്ച് ഇഷ്യൂസ്. അപ്പോൾ മനസ്സിലായാലും ആ കാര്യങ്ങൾ. പിന്നെ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഹൈപ്പോത്തസിസ്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ലക്ഷ്യങ്ങൾ, റിസർച്ചിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് നമുക്ക് നമ്മൾ ആദ്യം സ്റ്റേറ്റ് ചെയ്യണം. എന്താണ് ലക്ഷ്യം? ഐ ഹാവ് ടു സ്റ്റേറ്റ് വെദർ മൈ മിഷൻ ഓഫ് മൈ റിസർച്ച് ടു സ്റ്റഡി വെദർ ദർ ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ ദി amount of tree cover and the level of groundwater level in my area. Okay, that is my objective. This is my primary objective. There are other objectives as well which we need not elaborate right now. Okay, ഇപ്പോൾ നമുക്ക് അങ്ങനെ objectives. Hypothesis. What is a hypothesis? I told you that it is a tentative statement that we would like to make at the beginning of the study. A hypothesis is a tentative statement that is set at the beginning of the research work. ഒരു റിസർച്ച് നമ്മൾ തുടങ്ങുന്നതിന് താൽക്കാലമായിട്ട് നമ്മൾ പറയാണ്, when in areas where there is high level of tree cover, there will be higher water availability. What type of water? Groundwater availability. This is the statement we made. This is a hypothesis. Okay, in areas with high tree cover, there is what high level of groundwater. നമ്മൾ പറയാം, ഇതാണ് നമ്മുടെ ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ഈ ഒരു കേസിൽ. മനസ്സിലായല്ലോ? അത് നമ്മൾ ആദ്യം വെക്കും, എന്നിട്ട് ചെക്ക് ചെയ്യുമ്പോൾ സ്റ്റഡിക്ക് നമ്മൾ ചെക്ക് ചെയ്യും ശരിയാണോ. ഓക്കെ, so it's a tentative statement that is set at the beginning of the research work. The hypothesis can be refuted or supported. നേരത്തെ തന്നെ നമ്മൾ കണ്ടെത്തും ട്രീ കവറും ഗ്രൗണ്ട് ലെവലും പോസിറ്റീവ് കോറിലേഷൻ, അല്ലെങ്കിൽ നമ്മൾ സ്റ്റഡിക്കകത്ത് നമ്മൾ കണ്ടെത്തുക there is no correlation. അങ്ങനെയും വേണമെങ്കിൽ പറയാം. ഏത് ഫൈൻഡിങ് ആണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് ഏറ്റവും അവസാനമല്ലേ പറയാൻ പറ്റുള്ളൂ, അല്ലേ? അതെ. അപ്പോൾ നമുക്ക് റിജക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഫൈൻഡിങ്സ് വി ഗെറ്റ് ആഫ്റ്റർ processing the data, after analyzing the data. Okay, so that is hypothesis.
മനസ്സിലായോ? ഇറ്റ്സ് എ ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് വി മേക്ക് അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി സ്റ്റഡി. I told you and I given you an example. Then choosing the study design collection data. നമുക്കൊരു സ്റ്റഡി ഡിസൈൻ വേണം. സർവേ വേണോ, എക്സ്പെരിമെൻറ്റ് വേണോ, സെക്കൻഡറി ഡാറ്റ ഉപയോഗിക്കണോ, നമുക്ക് ഒബ്സർവേഷൻ മാത്രം മതിയോ? മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു സ്റ്റഡി ഡിസൈൻ നമുക്കവിടെ ഉണ്ടായിരിക്കണം. ആ സ്റ്റഡി ഡിസൈൻ്റെ അകത്ത് ഡാറ്റ വേണോ, കളക്ട് ചെയ്യണോ, ആരിൽ നിന്ന് കളക്ട് ചെയ്യണം, എങ്ങനെ കളക്ട് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസൈൻ്റെ അകത്ത്. ഈ പ്രൈമറി ഡാറ്റ, വാട്ട് ഈസ് പ്രൈമറി ഡാറ്റ? Primary data is the data that is collected for the first time through personal experience or evidence. Okay, particularly for this research, നമ്മൾ നടത്തുന്ന റിസർച്ച് ഉണ്ട്. നമ്മൾ തന്നെ നേരിട്ട് പോയി ഡാറ്റ കളക്ട് ചെയ്യുക. നേരിട്ട് പോവുക, നമ്മൾ അയക്കുക. ഈ ഡാറ്റ വേറെ ആരും ഇതിനു മുമ്പ് കളക്ട് ചെയ്തിട്ടില്ല. നിങ്ങൾക്കാണ് ആദ്യം കളക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ. സെക്കൻഡറി ഡാറ്റ അത് ഭയങ്കര ഒബ്സർവേഷൻസിലോ ഫിസിക്കൽ ടെസ്റ്റിങ്ങിലോ മെയിൽഡ് ക്വസ്റ്റ്യനറിലോ സർവീസിലോ പേഴ്സണൽ ഇൻ്റർവ്യൂസിലോ ഒക്കെയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. നിങ്ങൾ ഒത്തിരി ഡാറ്റ കൊടുത്തിട്ടാണ്, ചുമ്മാ ക്വസ്റ്റ്യനർ വന്നിട്ട് കാണുമ്പോൾ ചുമ്മാ ഫില്ല് ചെയ്തിട്ടാണ്. അത് പ്രൈമറി ഡാറ്റയാണ്. സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡാറ്റ നമ്മൾ ഉപയോഗിക്കുക. ഡാറ്റ ദാറ്റ് ഈസ് ഓൾറെഡി കളക്റ്റഡ് ആൻഡ് റെക്കോർഡ് ബൈ സം അതർ റിസർച്ചേഴ്സ്, സം അതർ സോഴ്സസ്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ റിസർച്ച് പ്രോബ്ലം ഓരോന്നും നമ്മൾ മെൻഷൻ ചെയ്യണം. ഒബ്ജക്റ്റീവ്സ് സ്റ്റഡി നടത്തണം. ഇപ്പോൾ എന്തൊക്കെ അറിവ് അതിനെക്കുറിച്ചുണ്ടെന്ന് നോക്കണം. എന്തൊക്കെ റിസോഴ്സസ് സ്റ്റഡി മെറ്റീരിയൽ നമുക്ക് കിട്ടുമെന്ന് നമ്മൾ നോക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ. സോ സാമ്പിളിംഗ് ആൻഡ് കളക്ടിങ് ഡാറ്റ, നമ്മൾ സാമ്പിളിംഗ് നടത്താം. നമ്മൾ പറഞ്ഞല്ലോ 50 ലക്ഷം പേരുണ്ട്. ഒരു ഉദാഹരണത്തിന് നമ്മൾ പറയാം 50 ലക്ഷം പേരുണ്ടെങ്കിൽ നമ്മൾ അതിന് 500 പേരെ തിരഞ്ഞെടുക്കുന്നുള്ളൂ. എന്തുകൊണ്ട് 500, എന്തുകൊണ്ട് 501 ഇല്ല, എന്തുകൊണ്ട് 1000 ഇല്ല, അതൊക്കെ നമ്മളവിടെ പറയണം. ഇനി ഏത് മെത്തേഡിൽ കൂടെ? ക്വസ്റ്റ്യനർ മെത്തേഡ്. പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് ഓരോ ആളും തിരഞ്ഞെടുക്കുക? എനിക്കിഷ്ടമുള്ള ആൾക്കാരാണ് തിരഞ്ഞെടുത്തത് അല്ല, നമ്മൾ 500 പേര്, ഈ 5 ലക്ഷം പേരിൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഓരോ വാർഡിൽ നിന്ന് ഒരാൾ വെച്ച് ആ ഒരാളൊക്കെ നമ്മൾ ലോട്ടറി മെത്തേഡ് തിരഞ്ഞെടുത്തു. അങ്ങനെ 50 പേരെ ലോട്ടറി, അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്തു. അങ്ങനെയൊക്കെ നമ്മൾ റാൻഡം സാമ്പിളിങ്ങിലൂടെ, റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോട്ടറി മെത്തേഡിൽ ആളുകളെ പിക്ക് ചെയ്യുക. സോ ദർ വിൽ ബി എ പോപ്പുലേഷൻ of the entire people who are subject matter study. ഇനി അതല്ലെങ്കിൽ there will be a sample representative one that represent this particular population, so that is called as sample design നമ്മൾ ഉണ്ടാക്കണം. എങ്ങനെയാണ് സാമ്പിൾ സെലക്ട് ചെയ്യുന്നത്? സാമ്പിൾ സെലക്ട് ചെയ്യുന്ന ടെക്നിക്ക് റാൻഡം സാമ്പിളിങ്, നമ്മൾ പറയാം സിമ്പിൾ റാൻഡം സാമ്പിളിങ്, സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിങ്, ക്ലസ്റ്റർ സാമ്പിളിങ്, അങ്ങനെ കുറേ സംഭവങ്ങൾ. ഇതൊന്നും നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാനത് മെൻഷൻ ചെയ്യുന്നില്ല. പക്ഷേ അതിൻ്റെ സിമ്പിൾ റാൻഡം സാമ്പിളിങ് എന്താണെന്ന് പറയും, കാരണം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ദ സിമ്പിൾ റാൻഡം സാമ്പിളിങ് മെത്തേഡ് ഇസ് ദ സിംപ്ലസ്റ്റ് sampling. Under standard random sampling, every single member of a population is chosen randomly, merely by chance. നമ്മൾ ലോട്ടറി മെത്തേഡിലൂടെ നമുക്ക് പ്രോബിലിറ്റി ഓഫ് ചൂസൻ, ബട്ട് ഇപ്പോൾ നമ്മൾ ലോട്ടറി മെത്തേഡിലൂടെ നമ്മൾ ഇങ്ങനെ തിരഞ്ഞെടുക്കുക. അപ്പോൾ അതാണ് റാൻഡം സാമ്പിളിങ്. മനസ്സിലായല്ലോ? അപ്പോൾ അതുകൊണ്ട് നമുക്കല്ലാതെ നമുക്ക് ഇഷ്ടമുള്ളവർ തിരഞ്ഞെടുക്കുമല്ലോ. പിന്നെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തു, എല്ലാം നമ്മൾ പറഞ്ഞു. ഗാദറിങ് ഡാറ്റ ക്വസ്റ്റ്യനറിൽ കൂടെ ആയിരിക്കും നമുക്ക് കിട്ടി, ടെലിഫോണിക് ഇൻ്റർവ്യൂ കൂടെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യും. പിന്നെ അതിനെ നമ്മൾ പ്രോസസ്സ് ചെയ്യണം. പലതായിട്ട് നമ്മൾ സ്ട്രാറ്റിഫൈ ചെയ്തു, ഡാറ്റ ചില വേണ്ടാത്ത ഡാറ്റ എടുത്ത് കളഞ്ഞു. അങ്ങനെ നമ്മൾ ഡാറ്റ ഒന്ന് കണ്ടീഷൻ ചെയ്ത് വെച്ചു. എന്നിട്ട് അതിനെ അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്യാൻ നമുക്ക് സോഫ്റ്റ്വെയർ ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്, SPSS, അതിപ്പോൾ അത്ര ഉപയോഗിക്കുന്നില്ല. അല്ലെങ്കിൽ EViews, ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർ ഉണ്ട്. ഈ സോഫ്റ്റ്വെയർ വെച്ച് അതിൻ്റെ ഏതെങ്കിലും ഒരു ടെക്നിക്ക് ഉപയോഗിച്ച്, ചിലപ്പം കോറിലേഷൻ അനാലിസിസ് ആയിരിക്കും, ചിലപ്പം ടൈം സീരീസ് ആയിരിക്കും, ഒക്കെ ഓരോ തരത്തിലുള്ള ഡാറ്റ, അല്ലെങ്കിൽ സ്ട്രക്ചറൽ വാറായിരിക്കും ടൈം സീരീസിലുള്ള കേട്ടോ. പിന്നെ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു സ്ട്രക്ചറൽ മോഡൽ ഉണ്ടാക്കുമായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇക്വേഷനൊക്കെ തമ്മിൽ A+BY(x) ഡിവൈഡഡ് ബൈ ആൽഫ പ്ലസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു മോഡൽ ഉണ്ടാക്കുക. ആ മോഡൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡാറ്റ അനലൈസ് ചെയ്യും. എന്നിട്ട് ഡാറ്റ അനാലിസിസ് നടത്തും. അതിനുവേണ്ടി ഒത്തിരി സോഫ്റ്റ്വെയറുകളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഗ്രാഫിക്കൽ ടെക്നിക്ക് ഉപയോഗിക്കാം, മാത്തമാറ്റിക്കൽ മോഡൽ ഉപയോഗിക്കാം. അങ്ങനെ നമ്മളതിനെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കിലാണ് നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഡാറ്റ അനാലിസിസ് ചെയ്യും. എന്നിട്ട് ഏത് ദിവസം നമുക്ക് കിട്ടിയ ഡാറ്റ നമ്മൾ കോറിലേറ്റ് ചെയ്യും, നമ്മളെ ഇൻ്റർപ്രറ്റ് ചെയ്യും. ഇൻ്റർപ്രറ്റേഷൻ ഭയങ്കര പ്രധാനപ്പെട്ട. നമ്മൾ പറയുകയാണ്, സോ ഇൻ അവർ സ്റ്റഡി and most of the areas where there is high tree cover, there is high groundwater level കൂടുതലാണ്. മനസ്സിലായല്ലോ? എവിടെ? ട്രീ കവർ കൂടുതലാണെങ്കിൽ. അപ്പോൾ അത് തമ്മിലുള്ള ബന്ധം എന്താ? 100 വില്ലേജസിൽ ഗ്രൗണ്ട് വാട്ടർ കൂടുതലുണ്ടെങ്കിൽ 80 എണ്ണത്തിലും ട്രീ കവറും കൂടുതലാണ്. സോ ദർ ഇസ് എ പോസിറ്റീവ് കോറിലേഷൻ ബിറ്റ്വീൻ the amount of tree cover and the groundwater level, and the value of such a correlation is 0.8 out of 1. out of 1. അപ്പോൾ ഇത് ഹൈ പോസിറ്റീവ് കോറിലേഷനാണ്. മനസ്സിലായല്ലോ? എവിടെയൊക്കെ ട്രീ കവർ ഉണ്ടോ
അവിടെ ഗ്രൗണ്ട് ലെവലും വാട്ടർ ലെവലും ഭയങ്കര കൂടുതലാണ്. സോ വി ഇൻ്റർപ്രറ്റഡ് ദാറ്റ് ഡാറ്റ. ഇനി ഏറ്റവും അവസാനം നമ്മൾ എന്ത് ചെയ്യും, റിസർച്ച് റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കും. അതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കണം, ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ്റെ സമ്മറി, എക്സിക്യൂട്ടീവ് സമ്മറി, ബ്രീഫ് സമ്മറി, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി പ്രോബ്ലം ഉണ്ടായിരിക്കണം, ലിറ്ററേച്ചർ റിവ്യൂ ഉണ്ടായിരിക്കണം, മെത്തഡോളജി നമ്മൾ എന്താണെന്ന് പറയാം കേട്ടോ. ദ മെത്തേഡ് വി യൂസ്ഡ്, and the type of data we used, like that, all such things we should explain under methodology, and type of the different techniques we used, like that, the analysis of the findings we obtained, discussion about the topic, conclusion we are going to make, and the recommendations about this particular in the context of our experience in the study. We make a lot of recommendations. So this is the condensing usually we are following or adopting or including in a research work or a research report. അതോടെയാണ് റിസർച്ച് റിപ്പോർട്ടിൽ നമ്മൾ അനാലിസിസ് നടത്തി റൈറ്റ് ചെയ്യുമ്പോൾ റിസർച്ച് റിപ്പോർട്ടിൽ എന്തെല്ലാം ഈ സാധനങ്ങളൊക്കെ ഏറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കണമെന്ന് നമ്മൾ പറയാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻ റിസർച്ച്. ഓരോന്നും നിങ്ങൾ പഠിക്കണം, എന്നിട്ട് പരീക്ഷയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. ഒരു എസ്സേ ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് ഞാൻ അറ്റൻഡൻസ് എടുക്കാം. ഈ ടോപ്പിക്ക് ഈ ഒരു മോഡ്യൂൾ ഇതോടെ തീർന്നു. കുഞ്ഞ് 2-3 കോൺസെപ്റ്റുകളോടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം, അത് പിന്നീട് കേട്ടോ. ഇതിൻ്റെ 2-3-4 ഫോക്കസ്ഡ് ആയിട്ടുള്ള 1 വേർഡൊക്കെ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. 1 വേർഡൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം.